നിങ്ങളെല്ലാവരും സമരസജ്ജരാകുവിൻ. അല്പസ്വല്പ വിദ്വേഷങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുവിൻ. മുസ്ലിം ലീഗ് കോൺഗ്രസ് ആവട്ടെ, കോൺഗ്രസ് മുസ്ലിം ലീഗ് ആവട്ടെ, പ്രവർത്തകന്മാർ തമ്മിൽ ഒട്ടേറെ നേതാക്കൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ MLA ഖാദർ സാഹിബുണ്ട്, നമ്മുടെ വണ്ടൂർ MLA AP എൻ്റെ കൺവീനർ ശ്രീ MM ഹസൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ CPA ചെറിയ ചേളാരിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പങ്കാളിത്തത്തോടുകൂടിയാണ് കോഴിക്കോട്ടെ സമ്മേളനം അഭിമന്യനായ ഞങ്ങളെല്ലാം കാസർഗോഡ് മുതൽ കണ്ട കാഴ്ച ജനങ്ങൾ അത്യുത്സവത്തിനുള്ള ഒരു വലിയ മുന്നേറ്റം ഞങ്ങൾ കാണുകയാണ്. തളിപ്പറമ്പിൽ വന്നപ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ കണ്ട് ഈ സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ വികാരം കണ്ടപ്പോൾ പിണറായി വിജയനും മാർക്സിസ്റ്റ് നേതാക്കൾക്കുമെല്ലാം അങ്കലപ്പായി. എവിടെയെങ്കിലും വെച്ചതൊന്ന് തടുക്കണം. അതിനാണ് ഇതൊരു മഹാ ജനമുന്നേറ്റമായി മാറാൻ കൂടിയാണ്.
വർഗീയ പീഡനമൊന്നും ഈ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. ഇതാ അതിനെതിരായി വർഗീയതയ്ക്ക് അഴിമതിക്കും അക്രമത്തിനെതിരായുള്ള പോരാട്ടം നയിച്ചുകൊണ്ട് UDF-ന്റെ നേതാവ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ ശ്രീ രമേശ് ചെന്നിത്തല ഇതാ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് പൊളിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അദ്ദേഹത്തിന് തമിഴല്ലേ ഗൗരവ ചെയ്തിട്ട് ഇത് കഴിഞ്ഞാൽ വാങ്ങി ചെയ്യാനല്ലേ ആ വേദിയിലേക്ക് ആരും കയറരുത് പ്ലീസ്. എല്ലാവരും കയറുന്നുണ്ട്. എല്ലാ നേതാക്കളെയും അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകന്മാരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി ആരംഭിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അത് മാത്രമല്ല 8-10 നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദരണീയനായ ജാഥ ക്യാപ്റ്റൻ കഴിഞ്ഞ വർഷങ്ങളിൽ നിയമസഭക്കകത്ത് ഞങ്ങൾക്കും പുറത്ത് നിങ്ങൾക്കും നേതൃത്വം നൽകിയ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, നമുക്കെല്ലാം പ്രിയങ്കരൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമന്വിത നേതാവും എൻ്റെ നേതാവുമായ ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവിടെ സന്നിഹിതരായ ഓരോരുത്തരുടെയും പേര് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 1 മിനിറ്റ് പോകും. അതുകൊണ്ട് എല്ലാവരും ഈ വേദിയിലകത്തും താഴെ ഇരിക്കുന്ന എല്ലാവരും വളരെ നല്ലവരാണ്. അവരോടെല്ലാം എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്. നമ്മളെല്ലാം തമ്മിലുള്ള ഈ ബന്ധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കലാണ് ലക്ഷ്യം. ഒരു തുടർ ഭരണം സ്വപ്നം കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തു സംഭവിക്കും എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു ആംബുലൻസ് പോയി. ഇടതു മുന്നണിയുടെ തുടർ ഭരണത്തിൻ്റെ സ്വപ്നങ്ങളാണ് അതിൻ്റെ ഉള്ളിലെന്ന് ചിലരോട്. ആ സ്വപ്നങ്ങൾ അതോടുകൂടി അവസാനിച്ചു. അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടാണ് ഈ ജാഥ കടന്നു കയറി ജനമുന്നേറ്റമായി വരുന്നത്. ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വേങ്ങര പോലുള്ളൊരു സ്ഥലത്ത് ഇത്രയധികം ആൾ കൂടുന്നത് ചരിത്രത്തിൽ തന്നെ ഒരു മഹാത്ഭുതമാണ്. അത്ര കണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആളുകൾക്ക് വെറുപ്പായി. ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും രമേശ് ചെന്നിത്തലയും മറ്റ് UDF നേതാക്കന്മാരും ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് കേരളത്തെ
മുന്നോട്ട് നയിക്കും, കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കും എന്ന കാര്യത്തിന് യാതൊരു തർക്കവും ഇല്ല. ഇടതുമുന്നണി ഇപ്പൊ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് ഒരു സുദീർഘമായ പ്രസംഗം കൂടെ കഴിഞ്ഞു. ഞാൻ പറയുന്നില്ല. പിണറായി വിജയനെ കുറിച്ച് ശ്രീ സുധാകരൻ എന്തോ പറഞ്ഞു എന്ന് എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും അവരുടെ പാർട്ടിയുടെ പുതിയ സെക്രട്ടറിയും കാണിക്കുന്ന ധിക്കാരവും ധാർഷ്ട്യവും അവരുടെ പരാജയത്തിന് നിദാനമായി വർദ്ധിക്കും. സഖാവ് മാർസ്, ഇത് മാർക്സിസ്റ്റുകാർക്ക് വേണ്ടി പറയാം, അവരോട് ഇല്ലെങ്കിലും, സഖാവ് മാർസിന്റെ മകൻ ഹെൻറി മരിച്ചു. 5 കാശ് കയ്യിലില്ലാതിരുന്ന സമയത്ത് മരിച്ചതുകൊണ്ട് ശ്മശാനത്തിൽ കുഴിവെട്ടിന് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് മാർസ് ഒരു കൂന്താലി സ്വന്തം കയ്യിലെടുത്തിട്ട് മകനെ ഒരു തുണിക്കെട്ടിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കുഴി വെട്ടി കുഴിച്ചിട്ട ആളാണ് മാർസ്. അതൊരു അപമാനകരമായ കാര്യമല്ല. സഖാവ് ലെനിൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റഷ്യയിൽ കൊട്ടാരത്തിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടായിട്ട് കുതിരക്കാര് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് ആദ്യം താമസിക്കുന്നത്. സഖാവ് സുഗതൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചിട്ട് അസംബ്ലിയിൽ വരുമ്പോൾ അയാൾക്ക് സ്വന്തമായിട്ടൊരു തുണിയില്ലാത്തതുകൊണ്ട് കഴുത്തിനെടുത്താണ് അസംബ്ലിയിൽ വന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നോക്കിയാൽ ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ വശം നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഞാൻ പറയുന്നത്. അത്ര അപമാനകരമായ രീതിയിലും ധാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി വലിയ കോടീശ്വരന്മാരെ പോലെ ആണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് നേതൃത്വം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാരെ കുറിച്ചും ഒക്കെ ആവശ്യമില്ലാതെ വർത്തമാനം. ശബരിമല അയ്യപ്പനെ തൊട്ടപ്പോ സ്ഥിതി വളരെ വഷളായില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. എന്നാൽ പാണക്കാട് തങ്ങളാണ് ഇപ്പൊ തൊട്ടിട്ടുള്ളത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രത്യേകമായി പറയേണ്ട യാതൊരു കാര്യവുമില്ല. വിജയരാഘവൻ അവരുടെ പാർട്ടി പാഠം പഠിക്കാൻ പോകുന്നു. അതുകൊണ്ട് ആദരണീയനായ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഐശ്വര്യ കേരള യാത്ര വളരെ ഐശ്വര്യമായി വേങ്ങര നിയോജക മണ്ഡലത്തിൽ കാലെടുത്ത് വെച്ചിരിക്കുന്നു. അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബും രമേശ് ചെന്നിത്തലയും ചുരുങ്ങിയത് പ്രസംഗിക്കേണ്ടത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ആശംസ. ഐശ്വര്യ കേരള യാത്രയ്ക്ക് വേങ്ങര നിയോജക മണ്ഡലത്തിന് നൽകിയ ഈ സ്വീകരണ മഹാസമ്മേളനം ഔദ്യോഗികമായി നമ്മുടെ മുൻ MP, നമ്മുടെ എല്ലാമായ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർ നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രിയങ്കരായ വേദിയിൽ ഞാനങ്ങോട്ട് പേര് പറയാൻ തുനിയുന്നില്ല. നമ്മുടെ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം ഉണ്ട്. പേര് പറയാൻ പോയാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ ജാഥയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഖാദർ സാഹിബിടെ പറഞ്ഞതുപോലെ എൻ്റെ വകയും ഒരു സ്വാഗതം. ഞാൻ അത്ര എല്ലാവർക്കും കൂടി എൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഐശ്വര്യയാത്ര വെള്ളിയാഴ്ച ഏതാണ്ട് ജുമാൻ്റെ മുമ്പ് നട്ടുച്ചയ്ക്ക് വേങ്ങര എത്തിയിരിക്കുന്നു. വെള്ളിയാഴ്ച നട്ടുച്ചയ്ക്ക് വേങ്ങര അങ്ങാടിയിൽ ഇത്ര ആൾ കൂടണമെങ്കിൽ അതൊരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. യാതൊരു സംശയവും കാര്യത്തിലും ഐശ്വര്യയാത്ര തിരുവനന്തപുരത്തെത്തും. ഐശ്വര്യമായി തന്നെ അധികാരത്തിലേക്ക് അങ്ങ് കയറും ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇതിനോട് ചോദിക്കുകയായിരുന്നു പഴയ ഒരു കാര്യം ഓർത്തുകൊണ്ട്. പണ്ട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ വേങ്ങര അങ്ങാടിയിൽ വന്ന് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ ശേഷം ഉമ്മൻചാണ്ടിയും അവിടെ പ്രസംഗിച്ചു. ഇവിടെ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലേ? അപ്പുറത്താണ്. ഏതായാലും ശരി, അന്ന് കുറച്ച് ആളൊക്കെ കൂടി. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഒരു പരിപാടി നടത്തിയപ്പോൾ നട്ടുച്ചയ്ക്ക് അത്ര ആൾ, അതിനേക്കാൾ ആളുകൾ ഞങ്ങൾക്ക് കൂടി. അത്
അവർ ജില്ലയുടെ നാനാഭാഗത്ത് സംഘടിപ്പിച്ചതായിരുന്നു. ഇവിടെ പെട്ടെന്ന് പറഞ്ഞ് ഇവിടുന്നൊക്കെ കൊണ്ട് വന്നുകൂടിയതായിരുന്നു. അന്നും ഞങ്ങളിത് പറഞ്ഞു, അധികാരത്തിൽ UDF വരും, യാതൊരു സംശയവും വേണ്ട. ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ മാറ്റം, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം സൂചിപ്പിക്കുന്നത് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവും, LDFന്റെ ഗവൺമെന്റ് തൂത്തെറിയപ്പെടും, യാതൊരു സംശയവും ആ കാര്യത്തിൽ. ഇടത് ഭരണത്തിന്റെ എല്ലാ ലക്ഷണക്കേടും പ്രകടമായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ BJPയും CPMഉം ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള നിലയിൽ കാര്യങ്ങളുണ്ട്. ശബരിമല പ്രശ്നം ഉണ്ടായ സമയം ഞാൻ ഓർക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും UDFനെ കൊണ്ട് എഴുതി തള്ളി, ഈ UDF ഇല്ല, ഒന്നുകിൽ LDF അല്ലെങ്കിൽ BJP. LDF ഭരണം, BJP പ്രതിപക്ഷം. എന്താ സ്വപ്നം! അത് ഈ മണ്ണിൽ നടക്കാൻ പോകുന്നില്ല, ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ തെളിയും. ഈ തെളിയും കാണുന്നില്ലേ? പുഴയുടെ ഒഴുക്ക് എങ്ങോട്ടാന്നുള്ളത്. കക്ഷികൾ അവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് എങ്ങോട്ടാ നോക്കിയാൽ മതി, അപ്പം അറിയാം നദി ഒഴുകുന്നത് കടലിലേക്കാണ്, പടിഞ്ഞാട്ടാണ് എന്ന് അപ്പം മനസ്സിലാവും. ആ ഭാഗത്തുനിന്ന് ഇപ്പോൾ ചെറുതും വലുതുമായ കക്ഷികളും ആളുകളും ഒക്കെ UDFലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? അവിടെ BJP സംസാരിക്കുന്നതും സുരേന്ദ്രൻ സംസാരിക്കുന്നതും വിജയരാഘവൻ സംസാരിക്കുന്നതും ഒന്ന് തന്നെയാണ്. എന്നാൽ പിന്നെ ഏതെങ്കിലും ഒന്നുപോലെ ഇവിടെ BJP വേണ്ട എങ്കിൽ പിന്നെ ഇവിടെ ഏറ്റവും നല്ലത് UDF ആണ്, ഐക്യജനാധിപത്യ മുന്നണിയാണ്. വർഗീയ പ്രചരണം നടത്തി രക്ഷപ്പെടാം എന്ന് ആരെങ്കിലും കേരളത്തിൽ കരുതുന്നുണ്ട് എങ്കിൽ ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസിനെ ഇല്ലാതാക്കി, മതേതര ശക്തികളെ ഇല്ലാതാക്കി ഞങ്ങൾക്ക് കാലാകാലം വാഴാമെന്ന് BJP കരുതുന്നുണ്ട് എങ്കിൽ അത് നടക്കാത്ത ഒരു മണ്ണ്, കുറേ ഉണ്ട്. ബംഗാളിൽ പിടിച്ചു നിൽക്കുന്നു, തമിഴ്നാട്ടിൽ പിടിച്ചു നിൽക്കുന്നു, പല സ്ഥലങ്ങളിലും മതേതര ശക്തികൾ ഉറച്ച നിലയിൽ പിടിച്ചു നിൽക്കുന്നു. പോയ സ്റ്റേറ്റുകളൊക്കെ കോൺഗ്രസിനും മതേതര കക്ഷികൾക്കും തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും വാഴാത്ത ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട്. അത് അഭ്യസ്തവിധരധികമുള്ള ഈ കൊച്ചു കേരളമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തെളിയും. അതാണ് ഇവിടെ ഉണ്ടാകുന്നത്. LDF ഗവൺമെന്റ് അധികാരത്തിൽ തുടരാൻ ഒരു കാരണവും കേരളത്തിലില്ല. നമുക്കെല്ലാവർക്കും അറിയാം, വേങ്ങരത്തെ വളരെയധികം ഈ മലപ്പുറം ജില്ലയോടൊപ്പം വികസിച്ച ഒരു പ്രദേശമാണ്. അന്ന് ഇവിടെ നടന്ന കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, അന്ന് കൊടുത്ത തൊഴിൽ, അന്ന് ചെയ്ത കാര്യങ്ങൾ, അതല്ലാതെ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം കോവിഡ് കാലം ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അതിന്റെ മറവിൽ ചുളിവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രം, മറ്റൊന്നിലുമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലില്ല, ഉപതെരഞ്ഞെടുപ്പിലില്ല, മറ്റൊന്നിലുമില്ല. കോവിഡിന്റെ മറവിൽ അല്പം മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നല്ലാതെ മര്യാദക്കൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ ഇപ്പോ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഞാൻ ഇന്നലെ കടപ്പുറത്ത് വമ്പൻ സമ്മേളനമായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ പ്രസംഗിച്ചു. ആള് കൂടുന്നത് കണ്ടപ്പോൾ ബേജാറായപ്പോൾ കോവിഡ് നിയന്ത്രണം പിന്നെയും കൊണ്ട് കൊടുത്താൽ എന്താന്ന് അവർക്ക് തോന്നി. കോവിഡ് നിയന്ത്രണം കൊണ്ടുവന്നിട്ട് അങ്ങനെ പോവാമെന്ന് തോന്നിയപ്പോൾ പറ്റൂല എന്ന് തോന്നിയപ്പോൾ മന്ത്രിമാരിറങ്ങി ആളെ കാണാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ അതിന് മറുപടി പറഞ്ഞു. മന്ത്രിമാരിറങ്ങി ആളെ കാണാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആള് കൂടാം, പ്രതിപക്ഷത്തിന് കൂടാൻ പാടില്ല എങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവൂല, ആ വേല കഴിഞ്ഞില്ലങ്ങ് വെച്ചാൽ മതി എന്ന് നമ്മളും തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ കോവിഡിന്റെ മറവിൽ ചുളിവിൽ രക്ഷപ്പെടാൻ LDFനെ ഞങ്ങൾ ഇത്തവണ സമ്മതിക്കുകയില്ല എന്ന് ഉറച്ച സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ജനം പ്രതിപക്ഷ നേതാവിന്റെ ജാഥയിൽ ഇരച്ചു കയറുകയാണ്. കക്ഷികൾ വരികയാണ്. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമാവുകയാണ്. രാഷ്ട്രീയ കമ്മ്യൂണൽ പ്രചരണം, പാണക്കാർ തങ്ങളുടെ വീട്ടിൽ വന്ന രാഷ്ട്രീയ ചർച്ച നടന്നാൽ ആ ചർച്ചയെ പോലും വിഭാഗീയ കാണുന്ന ആ സൂക്കടുണ്ടല്ലോ,
ആ സോക്കട് നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. നിങ്ങൾ വെച്ച കണ്ണടയുടെ മഞ്ഞ നിറമാണ്, അതല്ലാതെ ഞങ്ങളുടെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളത് തിരിച്ചറിഞ്ഞു. പാർട്ടി സെക്രട്ടറി അവർക്ക് തന്നെ തിരുത്തേണ്ടി വന്നു. അതുകൊണ്ട് മതേതര കേരളം ഒറ്റക്കെട്ടായി നിന്ന് അടുത്ത ഭരണം, ആ ഭരണം വന്നാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ അനവധി ജോലികൾ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ അനവധി മേജർ പ്രോജക്റ്റ് നമ്മൾ ചെയ്തു. കൊച്ചി മെട്രോ ഉണ്ടാക്കി, എയർപോർട്ട് ഉണ്ടാക്കി, അതുപോലെ പല വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു. 5 കൊല്ലം തീരാൻ പോകുന്നു. ഓർമ്മിക്കാനെങ്കിലും ഒരു സാധനം നമ്മളൊരു പിണറായി ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ കുട്ടികൾക്ക് വായിക്കാനെങ്കിലും ഒരു സാധനം ഇവരുണ്ടാക്കി വെച്ചത് ചൂണ്ടിക്കാണിച്ചു തന്നാൽ നിങ്ങൾ പറയും പോലെ മതിയ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിരർത്ഥകമായ 5 കൊല്ലം വെറുതെ കളഞ്ഞ ആ ഗവൺമെന്റ് പോയി പഴയ UDF ഗവൺമെന്റ് പോലെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്നത് പോലെ വികസനത്തിൽ റെക്കോർഡിടുന്ന, തൊഴിലുകെടുക്കുന്ന PSC റാങ്ക് ലിസ്റ്റ് അന്ന് ഞങ്ങൾ ഓരോ തവണയും നീട്ടിക്കൊടുത്തു. എന്നിട്ട് ജോലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന നടപടിയെടുത്ത് ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ ജോലി കൊടുത്തു. IT-യിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി കൊടുത്തു. അങ്ങനെ ചെറുകിട വ്യവസായ മേഖലയിൽ അനവധി ആളുകൾക്ക് പണി കൊടുത്തു. ഇപ്പം അതൊന്നും അവർക്ക് പറയാനില്ല. PSC അവിടെ വെറും ഒരു നോക്കുകുത്തിയായി. അപ്പം അതുകൊണ്ട് തന്നെ നിരർത്ഥകമായ ഈ ഭരണം തൂത്തെറിയപ്പെടും. അതിനുള്ള ഐശ്വര്യപൂർവ്വമുള്ള യാത്രയാണ് ഐശ്വര്യയാത്ര. ഐശ്വര്യമായി തന്നെ അധികാരത്തിലേറെ ചെയ്യും. പിണറായി ഗവൺമെന്റിനും പിണറായിക്കും മന്ത്രിമാർക്കും അതുകൊണ്ട് അധികാരം ഒഴിഞ്ഞ് അവരവരുടെ പ്രദേശത്തേക്ക് മടങ്ങേണ്ടിയും വരും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. വേങ്ങരയിൽ നട്ടുച്ചക്ക് കൂടിയ ജനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ച് അഭിവാദ്യം ചെയ്ത് UDF-ന്റെ കമ്മിറ്റി അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഞാൻ പ്രസംഗിക്കണം എന്നുണ്ട്, പക്ഷെ ഇപ്പോൾ പ്രസംഗിക്കേണ്ടത് ഉന്നയിച്ചാണ്. അതുകൊണ്ട് ഒഴിവാക്കി തരണം എന്നാണ് പറയേണ്ടത്. പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്വൈജി ബോഡി എത്തിയിട്ടുണ്ടെങ്കിൽ അദ്വൈജി മരിച്ച വീട്ടിലൊന്ന് പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ഷാളണിയിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ എല്ലാവരുടെയും സ്റ്റെപ്പിലും വേദിയിലും കയറിക്കാണ്ട് അലങ്കോലപ്പെടുത്തിയത് 31-ാം തീയതി ജനുവരി 31-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ആദർശ കേരളത്തിൻ്റെ പൊന്നാമന പുത്രൻ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യമായ കഴിവുകൊണ്ട് കേരള ഐശ്വര്യ യാത്രയുടെ പതാക പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചു. 10,000ങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നലെ കോഴിക്കോട് കിടപ്പുറത്ത് ലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ പിണറായി വിജയന്റെ കസാലയുടെ കാലുകൾക്ക് വിളക്കം തട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഈ യാത്ര 21-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ മഹാസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു. അതോടുകൂടെ തന്നെ ഈ ഐശ്വര്യ യാത്രയുടെ പതാക കേരള നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടേറിയറ്റിൽ ഇത് പറക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പ്രതിപക്ഷ നേതാവിന് ഈ വേങ്ങര നിയോജകമണ്ഡലം സുപരിചിതമാണ്. ഈ വേങ്ങരയിലെ ഓരോരോ മണത്തടികളെയും അദ്ദേഹത്തിന് സുപരിചിതമാണ്. KSUവിന്റെ അമരക്കാരനും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കേരള സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയപ്പോൾ ഈ പ്രദേശത്ത് അദ്ദേഹം വന്നിട്ടുണ്ട്. അവസാനമായി ഗാന്ധി ഗ്രാമം എന്ന പേരിൽ നമ്മുടെ അയൽ പ്രദേശമായ ഗാന്ധിക്കുന്നിൽ വന്ന്
ഈ രാജ്യത്തെ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെയും അധ്വാനിക്കുന്നവരുടെയും ദലിത് വിഭാഗത്തിന്റെയും വീടുകളിൽ കയറിയിറങ്ങി അദ്ദേഹം അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഈ വേങ്ങരയിൽ ഒരു ദിവസം 10 മണിക്കൂർ ചെലവഴിച്ച് അദ്ദേഹത്തിന് ഇവിടുത്തെ ഓരോ മണൽത്തരിയെയും സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഈ വേങ്ങര നിയോജകമണ്ഡലത്തിലേക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പയുടെ നിയോജകമണ്ഡലത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖാദർ സാഹിബിന്റെ നിയോജകമണ്ഡലത്തിലേക്ക് UDF നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ സ്വീകരണ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ PA ഷരീഫ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി, ഈ നിയോജകമണ്ഡലത്തിന്റെ പ്രിയങ്കരനായ MLA എൻ്റെ സുഹൃത്ത് ശ്രീ KNA ഖാദർ, ശ്രീ TK മൊയ്തീൻകുട്ടി മാസ്റ്റർ, UDFന്റെ ചെയർമാൻ കൺവീനർ ശ്രീ MM ഹസൻ, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ പാർലമെന്റ് അംഗവുമായ ശ്രീ ഫ്രാൻസിസ് ജോർജ്, UDF സെക്രട്ടറി ശ്രീ ജോണി നെല്ലൂർ, പ്രിയങ്കരായ മുൻ MLA മുൻ മന്ത്രി MLAയുമായ AP അനിൽകുമാർ, DCC പ്രസിഡന്റ് VV പ്രകാശ്, UDF ജില്ലാ ചെയർമാൻ ശ്രീ അജയ് മോഹൻ, കൺവീനർ ശ്രീ UA ലത്തീഫ്, ശ്രീ RSPയുടെ നേതാവ് ശ്രീ സനൽകുമാർ, പ്രിയപ്പെട്ട ഈ വേദിയിലും സദസ്സിലുമുള്ള ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട വേങ്ങരയിലെ സഹപ്രവർത്തകന്മാരെ, നാട്ടുകാരെ, ജനുവരി 31 കാസർഗോഡ് മഞ്ചേശ്വരത്തെ കുമ്പളയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ഐശ്വര്യ കേരള യാത്രയാണ് ഇന്ന് ഈ ചരിത്രമുറങ്ങുന്ന വേങ്ങരയുടെ മണ്ണിലെത്തിയിട്ടുള്ളത്. കടന്നു വന്ന 4 ജില്ലകളിൽ ഉജ്ജ്വലമായ വരവേൽപ്പാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചത്. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളായി ഐശ്വര്യ കേരള യാത്രയോടൊപ്പം പങ്കാളികളാവുകയാണ്. കേരള ചരിത്രത്തിൽ നിരവധി യാത്രകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ യാത്രയ്ക്കൊരു പ്രത്യേകത, ഈ യാത്ര കേരളത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഐശ്വര്യമുള്ള ഒരു കേരളത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. സംശുദ്ധം സൽഭരണം കേരളത്തിന് സംഭാവന ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീർത്ഥയാത്രയാണിത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ ഒരു ജൈത്രയാത്രയായി കണ്ടുകൊണ്ട് ഈ ജാഥയിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ യോഗത്തിൽ ഇവിടെ നടക്കുമ്പോൾ അങ്ങ് വടക്ക് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ എല്ലാ മർദ്ദനമുറകളെയും നേരിട്ടുകൊണ്ട്, എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയിലെ കർഷകർ നരേന്ദ്രമോദിക്കെതിരായി പോരാടുന്നു. ആ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന കർഷകരെ, വേങ്ങരയിലെ ജനങ്ങളെ നിങ്ങളുടെ പേരിൽ അവർക്ക് ഹാർദവമായ അഭിവാദ്യങ്ങൾ നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
മരം കോച്ചുന്ന മഞ്ഞത്തും കഠിനമായ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കുമെതിരായി ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ പ്രതിരോധത്തിന്റെ അലമാലകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കർഷകൻ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് കർഷകരെ വിറപ്പിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം, അതിൽ INTUC ഉണ്ട്, STU ഉണ്ട്, എല്ലാ തൊഴിലാളി സംഘടനകളും സംയുക്തമായി നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരായി ദേശീയ പണിമുടക്ക് നടത്തിയത്. അതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരായി പോരാടിയത്. ഇത് സൂചിപ്പിക്കുന്നത് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും നരേന്ദ്രമോദിക്കെതിരായി അണിനിരക്കുന്നു എന്നുള്ളതാണ്. RSSന്റെയും BJPയുടെയും ഈ വർഗീയ ഭരണകൂടത്തിനെതിരായി ഇന്ത്യയിലെ ജനങ്ങളെ അണിനിരത്താൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായുള്ള പോരാട്ടം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് 5 വർഷം കേരളം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ മുഖം ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം. ഈ 2 ഉത്തരവാദിത്വങ്ങളുമാണ് നമ്മൾ ഐശ്വര്യ കേരള യാത്രയിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ എന്ത് നേടാൻ കഴിഞ്ഞു? 5 സംവത്സരങ്ങളിലൂടെ കേരളം 15 വർഷം പുറകോട്ട് പോയ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത, ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്ത, IT പാർക്കുകൾ സ്ഥാപിച്ച വ്യവസായ മന്ത്രി, സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ വ്യവസായ മന്ത്രി, വ്യാവസായിക രംഗത്ത് മൂലധന നിക്ഷേപത്തിൻ്റെതായ പുതിയ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അന്നത്തെ UDF ഗവൺമെന്റ് കഴിഞ്ഞു. 5 വർഷം ഏതെങ്കിലും ഒരു IT കമ്പനി കേരളത്തിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ചോ? ഞങ്ങൾ ആരംഭിച്ച ഏതെങ്കിലും ഒരു IT പാർക്കിൽ എന്തെങ്കിലും ഒരു വികസനത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞോ? നിക്ഷേപ സംരംഭം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിലൂടെ 1 ലക്ഷം കോടി രൂപ കേരളത്തിൽ മൂലധന നിക്ഷേപം ഉണ്ടാകുമെന്ന് പറഞ്ഞു. 1 രൂപ കേരളത്തിൽ ആരെങ്കിലും നിക്ഷേപം നടത്തിയോ? മുഖ്യമന്ത്രി ജപ്പാനിൽ പോയി, അവിടെ വെച്ച് പറഞ്ഞു തോഷിബ 200 കോടി രൂപ കേരളത്തിൽ നിക്ഷേപിക്കുന്നുണ്ട്. 1 രൂപയുടെ സഹായം ഉണ്ടായോ? അബുദാബിയിൽ പോയപ്പോ പറഞ്ഞു അബുദാബി ഗവൺമെന്റ് 80,000 കോടി കേരളത്തിൽ നിക്ഷേപിക്കാൻ പോകുന്നു. 1 രൂപയുടെ സഹായം ഉണ്ടായോ? വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും കേരളം തകർന്നു. കാർഷിക ഉൽപാദനം പുറകോട്ട് പോകുന്നു. കർഷകൻ ആത്മഹത്യയുടെ മുൻപിലെത്തി നിൽക്കുന്നു. വേങ്ങര ഉൾപ്പെടെയുള്ള പ്രവാസികൾ ധാരാളമുള്ള പ്രദേശമാണിതെല്ലാം. കേരളത്തിലെ പ്രവാസികളെ കൊല്ലാക്കൊല ചെയ്ത ഒരു ഗവൺമെന്റാണ്. ഏതെങ്കിലും ഒരു സഹായം ഈ പ്രവാസികൾക്ക് ചെയ്തു കൊടുത്തു? മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞു. ആരെങ്കിലും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു? ഡെഡ് ബോഡികൾ സൗജന്യമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നടപ്പായോ? ബഹ്റിനും അബുദാബിയിലും മുഖ്യമന്ത്രി ഇന്ത്യൻ സ്കൂളുകൾ പ്രഖ്യാപിച്ചു. കേരള ഗവൺമെന്റ് നടത്തുമെന്ന് പറഞ്ഞു. നടപ്പാക്കി. മടങ്ങി വരുന്ന പ്രവാസികളുടെ സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പുത്തൻ വ്യവസായങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു. തുടങ്ങിയോ? മരണത്തിന്റെ ദൂതന്മാരെന്ന് വിളിച്ച് കോവിഡ് ബാധിച്ചപ്പോൾ നമ്മുടെ സഹോദരന്മാരെ കൊണ്ടുവരാതിരിക്കാൻ 18 അടവ് നോക്കിയ ഗവൺമെന്റാണിത്. ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു രംഗത്ത് മാറ്റം ഉണ്ടായോ? തൊഴിലില്ലായ്മ. ഇന്ന് കേരളം നേരിടുന്ന
സങ്കീർണമായ പ്രശ്നങ്ങളിലൊന്ന് തൊഴിലില്ലായ്മയാണ്. പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന PSC റാങ്ക് ഹോൾഡർമാരായ ആളുകൾ ജോലി കിട്ടാതെ തെക്കുപിടക്ക് നടക്കുന്നു. അപ്പോഴാണ് പാർട്ടി നേതാക്കന്മാരുടെ മക്കൾക്ക്, ഭാര്യമാർക്ക് സർക്കാർ സർവീസിൽ ജോലി കൊടുക്കുന്നു. ഇന്നലെ നിങ്ങൾ വായിച്ചില്ലേ, പാലക്കാട് മുൻ MP-യുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ. ആ യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് കിട്ടിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മൂല്യനിർണ്ണയത്തിനുണ്ടായിരുന്ന വ്യക്തി രാജിവെച്ചു. ഇപ്പോൾ എനിക്ക് കിട്ടിയ വാർത്ത, ആ സമിതിയിൽ ഉണ്ടായിരുന്ന മറ്റ് 3 പേരും കൂടി വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു, ഈ മൂല്യനിർണ്ണയം തെറ്റാണെന്ന്. പാലക്കാട് മുൻ MP ആത്മാർത്ഥതയും അദ്ദേഹത്തിന് അന്തസ്സുണ്ടെങ്കിൽ ഭാര്യയെ കൊണ്ട് ഇനിയെങ്കിലും ആ കിട്ടിയ ജോലി രാജിവെപ്പിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മുൻ MP-മാരും അവർ MP-മാരായിരുന്നു, അവരുടെ പണി പോയി. അതുകൊണ്ട് ഭാര്യമാർക്കെല്ലാം ജോലി കൊടുക്കാവുന്നതാണ്. എല്ലാ മുൻ MP-മാരുടെയും ഭാര്യമാരുന്ന യൂണിവേഴ്സിറ്റികളിൽ ജോലി ഗവൺമെന്റ് കൊടുക്കുന്നു. ഇതെന്ത് ഭരണമാണ്? കിൻഫ്രയിൽ വിചാരിപ്പട്ടി കിൻഫ്രയുടെ ജാലുണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവിനെ ഒന്നും നിയമിച്ചില്ല. എന്ന് കിൻഫ്രയിൽ നേതാക്കന്മാരുടെ മക്കൾ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. നിയമസഭയിൽ ഞാൻ ഞാൻ കുറച്ച് പേര് പറയുന്നില്ല, എണ്ണി ഞാൻ പറഞ്ഞതാണ്. പത്രക്കാർക്ക് അന്വേഷിക്കാം. കിൻഫ്രയിലെ നിയമനങ്ങൾ മുഴുവൻ പാർട്ടി സഖാക്കന്മാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയുള്ളതാണ്. തൊഴിലില്ലാത്ത ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ തെരുവിൽ തെണ്ടുമ്പോൾ എല്ലാ താൽക്കാലിക നിയമനങ്ങളും ഇവർ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരാണ്, നിയമപരമായി തെറ്റാണ്, ഭരണഘടനാ ലംഘനമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനിയും ഈ ഗവൺമെന്റ് തിരിച്ചു വരില്ല എന്ന് ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ എല്ലാ നിയമനങ്ങളും സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രന്ഥശാല സംഘത്തിൽ സ്ഥിരപ്പെടുത്തൽ, ഹോർട്ടികോപ്പിൽ സ്ഥിരപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ കിൻഫ്രയിൽ സ്ഥിരപ്പെടുത്തൽ, അങ്ങനെ കെൽട്രോണിൽ സ്ഥിരപ്പെടുത്തൽ, സീഡിറ്റിൽ സ്ഥിരപ്പെടുത്തൽ, എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും 100 കണക്കിന് ആളുകളെ സ്ഥിരപ്പെടുത്തുന്നു. ഇതെന്ത് നീതിയാണ്? ഇതെന്ത് ന്യായമാണ്? കേരളത്തിലെ സംഘടിതരായ അസംഘടിതരായ PSC റാങ്ക് ഹോൾഡേഴ്സിനോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ അനധികൃത നിയമനങ്ങൾ മുഴുവൻ പുനഃപരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഗവൺമെന്റാണിത്. സ്വർണ്ണ കള്ളക്കടത്ത് പോലെ, സ്പ്ലിംഗർ അഴിമതി പോലെ, ബപ്കോ അഴിമതി പോലെ, ഈ മൊബിലിറ്റി അഴിമതി പോലെ, പമ്പ മണൽക്കടത്തിലെ അഴിമതി പോലെ എത്രയോ അഴിമതികളുടെ കഥകളാണ് ഇന്ന് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് ഗവൺമെന്റ് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല? അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ പോലും അത് സ്റ്റേ വാങ്ങിക്കുന്നു. കോടതിയിൽ പോയി നമ്മൾ 1-2 കേസുകളിൽ അന്വേഷണത്തിന് അനുമതി തേടി ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഗവൺമെന്റാണിത്. കൊള്ളക്കാരുടെ ഭരണമാണിത്. ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. മുഖ്യമന്ത്രിക്ക് ഒരു കൊച്ചുകുട്ടി സെൽഫി എടുക്കാൻ വന്നാൽ കൈതട്ടി മാറ്റുന്നു. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ചലച്ചിത്ര അവാർഡ് കൊടുത്തു. കേരളക്കാർ ഇവിടെ ഉണ്ടല്ലോ. എത്രയോ ചലച്ചിത്ര അവാർഡുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ ചലച്ചിത്ര അവാർഡുകളെല്ലാം കൂടി നിരത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഓരോരുത്തർ വന്നത് എടുത്തുകൊണ്ട് പോക്കോളാം, അവരുടെ പേര് വായിക്കുന്നു. കോവിഡ് ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റോടുകൂടി വന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ അവാർഡ് നേടിയ ചലച്ചിത്ര താരങ്ങളാണ്
അവരെ ഇങ്ങനെ അപമാനിച്ചത്. ചലച്ചിത്ര താരങ്ങൾ തന്നെ പ്രതിഷേധിച്ചു. ഇതെന്ത് ഭരണമാണ്? മുഖ്യമന്ത്രിയുടെ അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിനും ഒരു അതിരുണ്ടോ? പത്രക്കാരോട് പറഞ്ഞ് കടക്ക് പുറത്തുനിന്ന് 2 മാസം കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഈ പിണറായി വിജയനോട് കടക്ക് പുറത്തുനിന്ന് പറയാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ജൈത്രയാത്രയാണിത്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ഐശ്വര്യമുള്ളൊരു ഭരണം കാഴ്ചവെക്കും, സംശുദ്ധമായൊരു ഭരണം കാഴ്ചവെക്കും. അതിന് ജനങ്ങളുടെ പിന്തുണ തേടിയാണ് ഈ യാത്ര. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കും, കർഷകർക്ക് ആശ്വാസം നൽകും, ചെറുകിട വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കും, നാട്ടിലെ സമാധാനം ഉണ്ടാക്കും, ജനങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നൽകും. അതിനുവേണ്ടി UDFനെ സഹായിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയങ്കരനായ ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ MP സ്ഥാനം രാജിവെച്ചു. MP സ്ഥാനം രാജിവെക്ക ചെറിയ കാര്യമല്ല. MP സ്ഥാനം രാജിവെച്ചതോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. കേരളത്തിൽ UDF തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസം ജനങ്ങളിലും പ്രവർത്തകരിലും വർദ്ധിച്ചിരിക്കുന്നു. ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ നാടിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ശ്രീ ഖാദർ ഉൾപ്പെടെയുള്ള ഈ ജില്ലയിലെ മുഴുവൻ MLA-മാരുടെയും പരിശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഹലോ, പ്രതിപക്ഷ നേതാവിനെ ഷാളണിയിക്കുന്ന ആളുകള് നമ്മുടെ കാമറൻ മജീദ് മാഷ് ആളുകളുടെ പേര് വായിക്കും. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യില് വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഷാള അണിയിക്കുന്ന പരിപാടിയില്ല. അത് പെട്ടെന്ന് തന്നെ ഷാള അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ഷാളണിയിക്കുന്നത് പ്രസിഡന്റ് വേങ്ങര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് അസീന ഫസലും TK പൂജിയപ്പും കൂടി ഷാളണിയിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, ഈ പേര് വിളിക്കുന്നവർ വേഗം വന്ന് ഷാളണിയിക്കാം. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ഹുസൈൻകുട്ടി, വേങ്ങര നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പറമ്പിൽ അബ്ദുൽ ഖാദർ, കണ്ണമംഗലം പഞ്ചായത്തിന് വേണ്ടി CK സിദ്ദീഖ്, യൂത്ത് ലീഗ് വേങ്ങര നിയോജകമണ്ഡലത്തിന്റെ മാളിയേക്കൽ ഹാരിസ്, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KK ഷാക്കിർ, OICCക്ക് വേണ്ടി ഷക്കീർ അലി കണ്ണത്ത്, വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടിക്ക് വേണ്ടി നാസർ പറപ്പൂർ, KPSDA വേങ്ങര ഉപജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി CP സത്യനാഥൻ, ഫോർവേഡ് ബ്ലോക്ക് മലപ്പുറത്തിന് വേണ്ടി KP അനസ്, വേങ്ങര നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസിന് വേണ്ടി സുരേഖ മജീദ്, KSU വേങ്ങര നിയോജക മണ്ഡലത്തിന് വേണ്ടി ജസീൽ മുച്ചിക്കാട്, വേങ്ങര പഞ്ചായത്ത് UDF കൺവീനർ NT മുഹമ്മദ് ഷെരീഫ്, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷംസു പുള്ളാട്ട്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് മളിയേക്കൽ, ദുബായ് KMCC പ്രസിഡന്റ് VT മുസ്തഫ, വേങ്ങര ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ AP ഉണ്ണികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് പറപ്പൂർ മണ്ഡലം മുസ്തഫ ആലത്തുള്ളി, OICC ഒമാൻ സാക്കിർ അലി, ഊഴൽ മണ്ഡലത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ, SDന് വേണ്ടി NK കുഞ്ഞാലി, പ്രവാസി കോൺഗ്രസിന് വേണ്ടി PP ആരിഫ്, ദലിത് ലീഗ് വേങ്ങര മണ്ഡലത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ, പ്രവാസി കോൺഗ്രസിന്റെ OICCക്ക് വേണ്ടി ശ്രീ മജീദ്, ഡ്രൈവേഴ്സ് യൂണിയൻ INTCക്ക് വേണ്ടി സിദ്ദീഖ് CP,
കണ്ണമംഗലം മാസ് റിലീഫിന് വേണ്ടി മജീദ് തേറൂർ, റിയാദ് KMCCക്ക് വേണ്ടി ഷൗക്കത്ത് കടക്കോട്ട്, CEO തിരുവനങ്ങാടി താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഹുസൈൻ ഊരിയ, CMT വേങ്ങര മണ്ഡലം സെക്രട്ടറി ശ്രീ ബഷീർ പറപ്പൂർ തുടങ്ങിയ ആളുകൾ എത്രയും പെട്ടെന്ന് വന്ന് ഷാളണിയിച്ച് പോകേണ്ടതാണ്. ശ്രീ റിയാസ് കല്ലൻ, പാണക്കാട് റിയാസ് കല്ലന്റെ ഒരു മൊമെന്റോ പ്രതിഷേധം വെള്ളിയാഴ്ചയാണ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പരിപാടികളൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് കൊണ്ട് പ്രതിഷേധാവിന്